ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യൽ ഒരു ബിരിയാണി മസാലക്കൂട്ടുമായിട്ടാണ്. നമ്മൾ പലതരത്തിലുള്ള മസാലക്കൂട്ടുകളും ഒക്കെ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ബിരിയാണി മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്പൈസിയായ അതേസമയം വളരെ ഹെൽത്തിയുമാണ്. ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും വളരെ ഹെൽത്തിയുമാണ്. അപ്പം ഈ ഒരു മസാലക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബിരിയാണി മസാലയ്ക്ക്, മലബാർ സ്പെഷ്യൽ ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായ കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 8 ഐറ്റംസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വളരെയധികം ഹെൽത്തിയാണ്. സാജീരകം നമ്മൾ ചിലപ്പം ഫെമിലിയർ അല്ലായിരിക്കാം, കൃഷ്ണജീരകം എന്നൊക്കെ ഇതിന് പറയാം. ഇത് ഡൈജഷനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മളുടെ സാധാരണ ജീരകത്തിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും പെരുംജീരകത്തിൻ്റെയും കറുവാപ്പട്ടയുടെയും ഒക്കെ ഗുണങ്ങൾ നമുക്ക് എല്ലാം അറിയാം, ജാതിക്കയുടെയും ഒക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ വളരെ ഹെൽത്തിയായ ഒരു മസാലക്കൂട്ടാണിത്. ഇവിടെ ഞാൻ പെരുംജീരകം 10 ഗ്രാം എടുത്തിട്ടുണ്ട്, അതുപോലെ സാധാരണ ജീരകം, പിന്നെ സാജീരകം, പിന്നെ നമ്മളുടെ ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട, ജാതിപത്രി, ജാതിക്ക, ഇതെല്ലാം ഞാൻ 10 ഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പൊടിക്കണമെന്നുണ്ടെങ്കിൽ 20 ഗ്രാം വെച്ച്, എല്ലാം ഒരു തുല്യ അളവിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ നമുക്കിതെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓരോന്നോരോന്നാക്കി നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ജാതിക്ക ഒന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മളുടെ കറുവാപ്പട്ടയും അതും ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ജാതിപത്രിയാണ്. ജാതിപത്രി അറിയാമല്ലോ, 2 ഇതള് പോലെ ഇരിക്കുന്ന ജാതിക്കയുടെ പുറമേയുള്ള ഇതാണ് ജാതിപത്രി. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയില വയ്ക്കാവുള്ളൂ കേട്ടോ. പാൻ ചൂടായി കഴിഞ്ഞ് ചെറിയ തീയില വയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് നേരം നമുക്കൊന്ന് ചൂടാക്കാം. പിന്നെ നമ്മൾ ജീരകങ്ങളാണ് ഇടുന്നത്. ജീരകങ്ങൾക്ക് പിന്നെ അധികം ഇങ്ങനെ പെട്ടെന്നായി കിട്ടുമല്ലോ, അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ആദ്യം ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം തീരെ കുറവായിട്ടേ വയ്ക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ജീരകങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കുക. അപ്പോഴേക്കും നമുക്ക് ഇത് പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ചൂടോടുകൂടെ ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കരുത്. ഇത് നല്ല പോലെ ഇപ്പം നല്ലപോലെ ചൂടായിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് തീ ഓഫാക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം നമ്മളത് ആറാൻ വേണ്ടി വെച്ചിരിക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇതൊരു 7-8 കിലോ, ഇപ്പോൾ ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ 7-8 കിലോയ്ക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നല്ല പോലെ സ്പൈസി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ വെജിറ്റബിൾ ബിരിയാണിക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ വെജിറ്റബിൾ കറികൾക്കും ഇത് കുറച്ചൊന്നും ഇട്ടാൽ മതി. കാരണം നമ്മൾ സാധാരണ മസാലപ്പൊടികളൊക്കെ മുളകും മല്ലിയും ഒക്കെ ചേർത്തിട്ടായിരിക്കും. ഇത് ശരിക്കും ഗരം മസാലയാണല്ലോ. അപ്പോൾ ആ ഒരു ഇതായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രമേ ഇത് ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ തണുത്തിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ നല്ലപോലെ, ചെറിയ ജാറിലിട്ട് പൊടിച്ചാൽ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ഒരു മസാലക്കൂട്ട്, ഹെൽത്തിയായ മസാലക്കൂട്ട് എന്തായാലും ഒരു വീട്ടിൽ തീർച്ചയായിട്ടും ഇത് വേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കണം. അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.